ഷോൺ ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ആദർശം അത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ ഒരു ഭീകര സംഘടനയുമായി ചേർന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ആ ഒരു തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതേ വി ഡി സതീശന്റെ കോൺഗ്രസ് ആണ് 2013 ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കോൺഗ്രസ് അപജയത്തെ? ഇപ്പോഴത്തെ നിലപാട് എന്തു വിധേനയും അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പോളിസി തന്നെയാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചത്. ആ രാഹുൽ ഗാന്ധിയുടെ അതേ പാത പിന്തുടർന്ന് കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട്, ഇതിനെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, മുസ്ലിം ലീഗ്, ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കാം. അതന്നെ മൂന്നായി കാണേണ്ട കാര്യമില്ല. ഐഡിയോളജി എന്ന് പറയുന്ന ഈ മൂന്ന് സംഘടനകളുടെയും മതരാഷ്ട്രമാണ്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി, ഇസ്ലാമിക് സ്റ്റേറ്റായി കൺവേർട്ട് ചെയ്യണമെന്ന് 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക മതരാഷ്ട്രമാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന, തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതിനൊക്കെ പേര് പലതാന്നുള്ളത്. ഇറ്റ്സ് ഓൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ്. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭരണത്തെ ശിഥിലമാക്കി സമാന്തരമായി ഇസ്ലാമിക് സ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, മതരാഷ്ട്രവാദം എന്ന ചിന്താഗതിയിൽ നിന്നും ആ മുദ്രാവാക്യത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമി പുറകോട്ട് പോകില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെയിലും കിടപ്പുണ്ടാവും. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ മതരാഷ്ട്രവാദം ഇല്ല. ഈ ഒരാഴ്ച മുമ്പാണ് അവരുടെ അമീർ പറഞ്ഞ മതരാഷ്ട്രവാദമുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്രയും പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? UDF ആണ്. UDFന്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചേ. ഞാൻ താമസിക്കുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 2 പേരാണ് UDFന്റെ സ്ഥാനാർത്ഥികളായി ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികൾ, അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. SDP സ്ഥാനാർത്ഥിമാർ എത്രയോ സ്ഥലങ്ങളിൽ ഇവരുമായി അലയൻസിൽ പോയി. അപ്പൊ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ എത്രമാത്രം കൂടെ നിർത്താം. ഈ സമൂഹത്തിൽ പോപ്പുലേഷൻ വെച്ച് അവർ രാഷ്ട്രീയം കളിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ആന്റി നാഷണൽ കോൺഗ്രസ് ആണ്. ഇതിനെ ആന്റി നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാൻ പറ്റൂ. കാരണം രാജ്യം എന്നുള്ള സങ്കല്പത്തിന് യാതൊരു ഗൗരവവും കൊടുക്കാതെ രാജ്യത്തിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൈ കൊടുക്കുന്ന ഈ സമീപനത്തെ രാജ്യവിരുദ്ധ സമീപനമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനെ UDF എന്ന് പറയാൻ പറ്റില്ല, അതിനെ MDF എന്ന് പറയണം, മുസ്ലിം ലീഗ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ജാഥ, വി ഡി സതീശന് ജാഥ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സ്റ്റേജിലോട്ടൊന്ന് നോക്കൂ, അവിടെ മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരുമില്ല. ഘടകകക്ഷികളെല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള UDF മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനവും 7 പ്രധാനപ്പെട്ട വകുപ്പുകളും ഭരിക്കുന്നു. ആ 7 വകുപ്പുകൾ കേരളത്തിന്റെ 60% റവന്യൂ എക്സ്പെൻഡിച്ചർ കൈകാര്യം ചെയ്യുന്നു. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നതെന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ഇതര സമൂഹങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. അത്തരം ഗുരുതരമായ വലിയ പ്രശ്നത്തിലേക്കാണ് കേരളം നടന്നു നീങ്ങുന്നത്.